ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഏവരെയും വിളിക്കുന്നു. നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുവാൻ കർത്താവായ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം. നമ്മുടെ തകർച്ചയിൽ നമ്മെ ഉയർത്തുവാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ബലം നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് ജ്ഞാനമില്ലാതാകുമ്പോൾ, നമുക്ക് ബുദ്ധിശൂന്യത വരുമ്പോൾ, നമുക്ക് ഒന്നും അറിയാൻ വയ്യ എന്ന ഒരവസ്ഥ വരുമ്പോൾ, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ ഓർക്കുക, ബലവാനായ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് മുറിവേറ്റവരെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അവിടുന്ന് തകർന്നവരെ ഉയർത്തുന്ന ദൈവമാണ്. അവിടുന്ന് തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. അവിടുന്ന് മുറിവുകൾ വെച്ച് കെട്ടുന്ന ദൈവമാണ്. കർത്താവ് ഉന്നതനും കരുത്തുറ്റവനുമാണ്. അതിനാൽ അവിടുത്തെ അനുഗ്രഹം ഈ പ്രഭാതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിനെല്ലാം സാധ്യമാണ്. നമ്മുടെ ഈ അവസ്ഥയിൽ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. വിശ്വസിക്കുക, കർത്താവായ ദൈവം നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു. അവിടുത്തെ കരം പിടിക്കാൻ നമുക്കും എപ്പോഴും സാധിക്കട്ടെ. അവിടുത്തോട് ആലോചന ചോദിച്ച്, കർത്താവേ, എൻ്റെ ഈ ബലഹീനതകൾ, എൻ്റെ ഈ കഴിവില്ലായ്മ, എൻ്റെ ബുദ്ധിശൂന്യത, എൻ്റെ കുറവുകൾ എല്ലാം ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ജ്ഞാനിയാക്കണമേ, എന്നെ ബലമുള്ളവളാക്കണമേ, എന്നെ ബലവാനാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം അവിടുത്തെ അനന്തമായ ശക്തിയാൽ നമ്മെ രക്ഷിക്കും. സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും, പൈശാചിക ദുരിതങ്ങളിൽ നിന്നും, സകല ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും, മന്ത്രവാദ കെട്ടുകളിൽ നിന്നും, ഗൂഢാലോചനകളിൽ നിന്നും, എല്ലാവിധ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്നും എന്നും കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കും. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 147 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടുത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു, അവയോരോന്നിനും പേരിടുന്നു. നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ്. അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ്. ഏറ്റവും കാരുണ്യവാനായ, സർവശക്തനായ, ബലവാനായ ഞങ്ങളുടെ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി, ഞങ്ങളെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാനുള്ള കരുത്തും ശക്തിയും ബലവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഓരോ ദിനവും രാവും നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഞങ്ങളെ നീ സുഖപ്പെടുത്തുന്നു, ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഈ ഒരു പുതിയ വിശ്വാസത്താൽ നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നീ തകർന്നവരെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നീ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നൽകുന്ന ദൈവമാണ്.
ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവമാണ്, ബുദ്ധിശൂന്യന് ജ്ഞാനം നൽകുന്ന കർത്താവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നത്തെ ദിവസം വലിയ അഭിഷേകം നൽകി ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ ആധിപത്യമുണ്ടായി, കർത്താവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നോളമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഓരോ ദിവസവും പ്രാധാന്യം നൽകാതെ ഇരുന്നു. കർത്താവേ, ഈ ഒരു തെറ്റിന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക്, ഞങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതെന്ത്, ദൈവം ഇഷ്ടപ്പെടുന്നതെന്ത്, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ചറിയാതെ, അത് പ്രവർത്തിക്കാൻ തുനിയാതെ ഞങ്ങളുടെ തന്നെ ഇഷ്ടതാല്പര്യങ്ങളിൽ വ്യാപൃതരായ നിമിഷങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ജീവിതം, ആരോഗ്യം, ശരീരം, മനസ്സ്, അന്തരാത്മാവ്, ഇന്ദ്രിയങ്ങൾ എല്ലാം അങ്ങേക്ക് ഞങ്ങൾ തിരികെ നൽകുന്നു. ഞങ്ങൾക്ക് നൽകിയ വസ്തുവകകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് എല്ലാം കൊണ്ടും നീ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇന്ന് കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തടസ്സം കൂടാതെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും ഇന്ന് നീ ഇടയാക്കണമേ. ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ, രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോസഫിൻ സാബു എന്ന ഒരു മകൻ്റെ അപേക്ഷ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിജോയ് സാബുവിന് നല്ലൊരു ജോലി കിട്ടുന്നതിന് ആ മകനെ നീ കരുണയോടെ കാത്തുകൊള്ളണമേ. രാജീവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാജീവിൻ്റെ സോറിയാസിസ് എന്ന രോഗത്തിൽ നിന്ന് ആ മകനെ നീ രക്ഷിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. നിന്റെ തിരുരക്തമൊഴുകി ആ മകൻ്റെ ചർമ്മത്തിന്മേൽ നീ പതിപ്പിക്കണമേ. ചർമ്മരോഗികളായ എല്ലാവർക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ. രജനിയുടെ തൊണ്ടയുടെ മുഴ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിൽ ക്യാൻസർ രോഗമുള്ള എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് അസാധ്യമായ, നിനക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കാത്ത ഒരു രോഗവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട മിനി ജോസഫിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, അച്യുദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എല്ലാ രോഗങ്ങളെയും മാറ്റുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനിൽ നിന്നും, ആങ്സൈറ്റിയിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, കർത്താവേ, ഓർമ്മക്കുറവിൽ നിന്നും എല്ലാം ഈ മകളെ നീ രക്ഷിക്കണമേ. നിന്റെ സൗഖ്യം ഈ നിമിഷം ആ മകളിലേക്ക് അയച്ച് അവിടെ വലിയ അത്ഭുത സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അൽഫോൻസ പറമ്പിൽ എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞിൻ്റെ അലർജി മാറി പൂർണ്ണമായ ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, റോബൽ കെ ജോണിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഥുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തെ എല്ലാ അപമര്യാദകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. എല്ലാ ഒറ്റപ്പെടലിൽ നിന്നും, എല്ലാ ദുഃഖപൂരിതമായ അവസ്ഥയിൽ നിന്നും, ജോലി സ്ഥലത്തുണ്ടാകുന്ന എല്ലാ പരിഹാസങ്ങളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ. എല്ലാവർക്കും കർത്താവേ, ജോലി സ്ഥലത്തുണ്ടാകുന്ന എല്ലാ അപകീർത്തിക്കുമെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി അവരുടെ മേൽ അയക്കണമേ. നിസ്സഹായരായ എല്ലാ ഉദ്യോഗസ്ഥരുടെ മേലും കർത്താവേ, നിന്റെ കാരുണ്യം ചൊരിഞ്ഞ്, നിന്റെ പിന്തുണ നൽകി ഈ മക്കളെ നീ ആശീർവദിച്ച് അവരുടെ
എല്ലാ വേദനയിൽ നിന്നും അവരെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാരിണി സാബുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ അമിതമായ മദ്യപാനത്തിൽ നിന്നും മറ്റു ദുശ്ശീലങ്ങളിൽ നിന്നും ഈ മകന് അത്ഭുത സൗഖ്യവും വിടുതലും ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലത ഫ്രെഡിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭിക്കാൻ ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിജിൽ മോന് സംസാരശേഷി ലഭിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വസന്ത മുരളീധരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇൻ്റർവ്യൂ ഉള്ള എല്ലാവർക്കും പ്രത്യേകമായ വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ത്രസ്യാമ പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകൾക്ക് വേദന കാരണം നടക്കാൻ കഴിയാത്ത ഈ മകളെ നീ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ജഗദമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും തടസ്സങ്ങൾ മാറി വിസ ലഭിക്കുവാനും വിസ ലഭിച്ചവർക്ക് ആ വിസയുടെ കാലാവധിക്ക് മുൻപ് തന്നെ ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രത്യേകമായി ഈ മക്കൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഗന്ധിയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ പരീക്ഷയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഷിനി അനിൽകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഐക്യതയും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ലീന അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ അമ്മ തങ്കമ്മ അലക്സ് അടൂരിൻ്റെ ഹാർട്ട് ബ്ലോക്ക് മാറ്റി കർത്താവേ, നിന്റെ ഹൃദയം നൽകി ആ മകളെ അനുഗ്രഹിക്കണമേ. ഹൃദയരോഗികളായ എല്ലാവരെയും ഈ സമയം നീ ആശീർവദിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലെ എല്ലാ ഹൃദ്രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നീ അവർക്ക് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, റോസമ്മ എന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് വിവാഹം നടക്കുന്നതിനും ഒരു സ്ഥിര ജോലി ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അക്ഷയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് കുടുംബജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാനും ഐക്യതയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീഹരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ ഈ മകൻ്റെ മേൽ നീ കരുണയുണ്ടാകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അക്ഷയയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഷീജ ജോർജിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കാനിംഗ് റിപ്പോർട്ടിൽ എല്ലാം നോർമൽ ആണ് എന്ന് നീ തന്നെ ഇടപെട്ട് അത് നോർമലാക്കി കൊടുക്കണമേ. എല്ലാ രോഗത്തിൽ നിന്നും ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷൈലായ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകന് വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. കുഞ്ഞുമോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഈ മകളെ നീ രക്ഷിക്കണമേ. ഈ മകളുടെ കുടുംബത്തിൽ എല്ലാവരും പിടിവാശിയും ശത്രുതാ മനോഭാവം മാറ്റി സന്തോഷവും സ്നേഹവും ഐക്യത്തിലും സമാധാനത്തിലും ആ കുടുംബം ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്ത് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ കാരുണ്യവും അഭിഷേകവും ഇന്ന് ഈ മക്കളുടെ മേൽ ചൊരിയണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിന്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയച്ച് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ സകല ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വൻ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ആരും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ ആരും ഞങ്ങളെ വഞ്ചിക്കുന്നതിനോ ഞങ്ങൾക്ക് പരാജയമോ നഷ്ടമോ വരാതിരിക്കുന്നതിനും കർത്താവേ, നീ ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രാർത്ഥനയും നീ കേട്ട് ഇവരുടെ നിയോഗങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നീ പ്രാർത്ഥിക്കണമേ. ഇന്ന് ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാകാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ നന്മകളാലും അവിടുന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ. എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും കർത്താവ് ഇന്ന് പ്രത്യേകമായി നിങ്ങളെ സംരക്ഷിക്കുകയും കാത്ത് പരിപാലിക്കുകയും വഴി നടത്തുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഇടപെട്ട് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.